ഇന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിജിറ്റൽ ഡിസൈനുകളും അതുപോലെ തന്നെ പ്രിൻ്റഡ് ഡിസൈനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഡിജിറ്റൽ ഡിസൈനുകളും അതുപോലെ തന്നെ പ്രിൻ്റഡ് ഡിസൈനുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു സെയിൽസ്, മാർക്കറ്റിംഗ്, അവയർനെസ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രൊമോഷൻ, ഇവൻ്റ് അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിൻ്റഡ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലാണ്. ഇപ്പം പ്രിൻ്റഡ് ഡിസൈൻ ആണെന്നാണെങ്കിൽ അതൊരു ഫിക്സഡ് സൈസിലായിരിക്കും ആളുകൾ കാണുന്നുണ്ടാവുക. ഇത് തന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പോസ്റ്റർ ആണ് എങ്കിൽ അവരുപയോഗിക്കുന്ന ഡിവൈസിനനുസരിച്ചായിരിക്കും അവർ കാണുന്നുണ്ടാവുക. ഇപ്പം മൊബൈൽ, ലാപ്പ്, ടാബ് തുടങ്ങിയിട്ടുള്ള സ്ക്രീൻ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ചായിരിക്കും വ്യൂവേഴ്സ് കാണുന്നുണ്ടാവുക. ഇനി നമ്മൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ CMYK കളർ മോഡാണ് പ്രിൻ്റഡ് ഡിസൈനുകളിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിജിറ്റൽ ഡിസൈനുകളാണെങ്കിൽ RGB കളേഴ്സുമാണ് അതിൽ യൂസ് ചെയ്യുന്നത്. CMYK കളർ മോഡിൽ കുറച്ച് ഡള്ള് ലുക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നേരെ RGB കളർ മോഡിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടും പിന്നെ ഒരു ഗ്ലോ എഫക്റ്റൊക്കെ ഉള്ളതായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവും. നമ്മൾ ഫയൽ ടൈപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ആണ് എങ്കിൽ JPG, PNG, ഇനി ആനിമേറ്റഡ് ആയിട്ടുള്ളതാണ് എങ്കിൽ MP4 തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫയൽ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഫയൽ ടൈപ്പുകളാണ് ഡിജിറ്റൽ ഡിസ്പ്ലേകളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിൻറ്റിൻ്റെ ഫയൽ ടൈപ്പ് നോക്കുകയാണെങ്കിൽ PDF അല്ലെങ്കിൽ TIFF ഒക്കെയാണ് അതിൻ്റെ ഫയൽ ടൈപ്പായിട്ട് ഉണ്ടാവുക. ഇത് വാൾ ഡിസ്പ്ലേ, ഫ്ലെക്സ്, അതുപോലെ തന്നെ ബാനേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഡിസൈനുകളും പ്രിൻ്റഡ് ഡിസൈനുകളും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.